ഇന്നത്തെ ലോകത്ത് ഓരോ ദിവസവും ഒപ്പീനിയൻ മാറുന്നു, ട്രെൻഡ്സ് മാറുന്നു, വാല്യൂസ് മാറുന്നു. ഇന്നലെ ശരിയെന്ന് പറഞ്ഞത് ഇന്ന് തെറ്റാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഒരു ചോദ്യം, ക്യാൻ ട്രൂത്ത് റിയലി ചേഞ്ച്? ഒരു കാലം മാറിയതുകൊണ്ട് സത്യം മാറുമോ? സമൂഹം മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാറുമോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യരുടെ ചിന്തകളും സംസ്കാരങ്ങളും ആശയങ്ങളും മാറാം, പക്ഷേ ഗോഡ്സ് ട്രൂത്ത് നെവർ ചേഞ്ചസ്. നമ്മൾ ട്രൂത്തിനെ നമ്മുടെ ജീവിതത്തിന് അനുസരിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. പകരം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സത്യത്തിനനുസരിച്ച് മാറ്റണം. ചിലപ്പോൾ ആളുകൾ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്ക്രിപ്ചറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ചില വാക്യങ്ങൾ മാത്രം എടുത്ത് കോണ്ടെക്സ്റ്റ് മറന്ന് തങ്ങൾക്കിഷ്ടമുള്ള അർത്ഥം നൽകുന്നു. പക്ഷേ ട്രൂത്ത് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ, ട്രൂത്ത് ഈസ് റിവീൽഡ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അഭിപ്രായങ്ങളെ പിന്തുടരുന്നില്ല, നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ വചനത്തെ പിന്തുടരേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കൾച്ചറിൽ ചേഞ്ച് ഉണ്ടാകാം, ഒപ്പീനിയൻസിൽ ചേഞ്ച് ഉണ്ടാകാം, മനുഷ്യർ വരെ ചിലപ്പോൾ മാറിപ്പോകാം, ബട്ട് ഗോഡ്സ് ട്രൂത്ത് നെവർ ചേഞ്ചസ്. ഈ സന്ദേശത്തിൽ നാം പഠിക്കാൻ പോകുന്നത് മാറ്റാനാകാത്ത ആ ദൈവസത്യം എന്താണ്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നയിക്കണം എന്നതാണ്. ലെറ്റ്സ് ഓപ്പൺ യുവർ ഹാർട്ട്സ്, ഓപ്പൺ അവർ ബൈബിൾസ് ആൻഡ് അലൗ ദ അൺചേഞ്ചിങ് ട്രൂത്ത് ഓഫ് ഗോഡ് to transform us.